ഉപതിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വൻ വിജയത്തിന് ശേഷം പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. ടി.എം.സി സംഘർഷം രൂക്ഷമാവുകയാണ്. പലയിടത്തും തൃണമൂൽ അക്രമം അഴിച്ചുവിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം തുടങ്ങി. അക്രമത്തിന് ഇരയായവരുടെ ബന്ധുക്കൾക്ക് ഒപ്പമാണ് ബി.ജെ.പി. നേതാവിന്റെ പ്രതിഷേധം. ബി.ജെ.പിക്ക് ഭരിക്കാൻ അവകാശമില്ലെന്ന സന്ദേശമാണ് ജനം നൽകുന്നതെന്നും എൻ.ഡി.എ സഖ്യകക്ഷികൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്നും ബംഗാൾ മുഖ്യമന്ത്രിയും ടി.എം.സി അധ്യക്ഷയുമായ മമതാ ബാനർജി പ്രതികരിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ ബി.ജെ.പിയുടെ പരാജയം രാജ്യത്തെ അന്തരീക്ഷം മാറിയതിന് തെളിവാണെന്നും മമത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇത്രയും വലിയ തോൽവി ബി.ജെ.പി. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹിമാചലിലെയും ഉത്തരാഖണ്ഡിലെയും ഫലം വിലയിരുത്തുമെന്നാണ് ബി.ജെ.പി. വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാനും തിരുത്തൽ നടപടികൾ ആലോചിക്കാനും ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉത്തർപ്രദേശിലെത്തിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേരിടേണ്ടി വന്ന വൻ തിരിച്ചടിയെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഉത്തരാഖണ്ഡ് ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറിയത്. ഫലം പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബദ്രിനാഥ്, മാംഗ്ലൂർ മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ലഖ്പത് സിംഗ് ബുട്ടോള ബദ്രിനാഥ് സീറ്റും ഗാസി നിസാമുദ്ദീൻ മംഗ്ലൂർ സീറ്റുമാണ് വിജയിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് സീറ്റിൽ ബി.ജെ.പി. ഞെട്ടിക്കുന്ന തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ തുണയാകുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ബി.ജെ.പിയുടെ തലക്കേറ്റ അടി തന്നെയായിരുന്നു ആ തോൽവി. ഇതിനു പിന്നാലെയാണ് മറ്റൊരു സുപ്രധാന ദേവഭൂമിയായി കണക്കാക്കുന്ന ബദ്രിനാഥിലും അവർക്ക് അടിതെറ്റുന്നത്. ഗർവാൾ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 14 നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് ബദ്രിനാഥ്. ഇതിൽ ബദ്രിനാഥ് ഒഴികെ ബാക്കി സീറ്റുകളെല്ലാം ബി.ജെ.പിയാണ് കൈവശം വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജയം കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നതും. പ്രത്യേകിച്ച് കോൺഗ്രസ് വിട്ട ഒരു മുതിർന്ന നേതാവിനെ മത്സര രംഗത്തിറക്കിയ ബി.ജെ.പി. നയം മുളയിലെ നുള്ളാൻ അവർക്ക് സാധിച്ചു. കോൺഗ്രസിനാവട്ടെ ഇത് തിരിച്ചുവരവിന്റെ തിരഞ്ഞെടുപ്പ് ഫലമാണെന്ന് നിസ്സംശയം പറയാം. ബദ്രിനാഥിനു പുറമെ സംസ്ഥാനത്ത് ഉപതിരഞ്ഞെടുപ്പ് നടന്ന മാംഗ്ലൂർ മണ്ഡലത്തിൽ 3 തവണ എം.എൽ.എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ നിസാമുദ്ദീൻ ബി.ജെ.പിയുടെ കർത്താർ സിംഗ് ഭദാനയ്ക്കെതിരെ 422 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയമുറപ്പിച്ചത്. രണ്ടിടത്തും ബി.ജെ.പി. തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി. ഉത്തരാഖണ്ഡ് പ്രത്യേക സംസ്ഥാനമായി രൂപീകരിച്ചതിനു ശേഷം ഇതുവരെ ബി.ജെ.പി. വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലമായ മാംഗ്ലൂരിൽ കോൺഗ്രസ് ജയം ഉറപ്പായിരുന്നു. നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഇപ്പോഴത്തെ ഫലം നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല.